ലോകത്തിലെ ഭീകരരെ വാഴ്ത്തി പാകിസ്ഥാൻ. ഭീകരാക്രമണം നടത്തിയവർ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് വേറെ ആരുമല്ല, പാക് ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാറാണ്. വിവരങ്ങളുമായി ലിജോ വർഗീസ് ചേരുന്നു ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. ലിജോ, ഏതായാലും പാകിസ്ഥാൻ പരസ്യമായി ന്യായീകരിക്കുകയാണ് ഭീകരവാദികളെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നാണ് വാഴ്ത്തുന്നത്. അപ്പോൾ ഇതിലെ പങ്ക് അത് പറയാതെ പറയുക തന്നെയാണ് പാകിസ്ഥാൻ, അല്ലേ? തീർച്ചയായും ഒരു കൈവിട്ട കളിയിലേക്ക് പാകിസ്ഥാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഇഷാഖ് ദാറിൻ്റെ ഇപ്പോഴത്തെ പ്രതികരണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ഉപപ്രധാനമന്ത്രിയാണ്, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ആളാണ്. വിദേശകാര്യ കൂടി കൈകാര്യം ചെയ്യുന്ന ഇഷാഖ് ദാറിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ മാസം 22-ന് ജമ്മു ആൻഡ് കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം അത് ഒരു സ്വാതന്ത്ര്യ പോരാളികളുടെ പോരാട്ടമായിരുന്നു എന്ന് പറയുന്നു. അവരെ സ്വാതന്ത്ര്യ സമരമായിരുന്നു അത് എന്ന് വാഴ്ത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന, ഇസ്ലാമാബാദിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിന് ഇടയിലാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. വളരെ ഡയറക്റ്റായി ഈ പെഹൽഗാം ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം എന്ന നിലയിലേക്ക് പാകിസ്ഥാൻ്റെ സ്വരം മാറുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ തരത്തിലേക്ക് ഒരുപക്ഷെ ഇത് ആരാണ് ഇതിന് പിന്നിലെന്ന് ഇന്ത്യ വളരെ ശക്തമായ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായ ചില പ്രതികരണങ്ങൾ, അതായത് അത് നയതന്ത്രവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടാവും. ഇന്ന് വളരെ നേരിട്ട് ഈ വിഷയത്തിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഈ പഹൽഗാം ആക്രമണത്തിലെ ഭീകരരെ വാഴ്ത്തിക്കൊണ്ടുള്ളൊരു നിലപാട് ഇന്നിപ്പോൾ അതിൻ്റെ ഉപപ്രധാനമന്ത്രി, ആ രാജ്യത്തിൻ്റെ ഉപപ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നു എന്നുള്ളത്, ഇത് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ അറിവുണ്ട് എന്ന് ഒരുപക്ഷെ ലോകത്തോട്, പ്രത്യേകിച്ച് ഇന്ത്യയോട് പറയാനുള്ള ശ്രമമായിട്ട് വേണം മനസ്സിലാക്കാൻ. ഒരു നേരിട്ടുള്ളൊരു പ്രകോപനത്തിലേക്ക് കൂടി പാകിസ്ഥാൻ കടന്നിരിക്കുന്നു. എന്താണ് ഇത്തരത്തിലൊരു കൈവിട്ട കളിയിലേക്ക് പാകിസ്ഥാൻ പോകുന്നത് എന്നുള്ള, അല്ലെങ്കിൽ ഒരു പ്രകോപനം തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തരത്തിൽ ആദ്യം 22-ാം തീയതി ഇത്തരത്തിലൊരു വലിയ ആക്രമണം ഉണ്ടായി. രാജ്യത്തെ ഏതാണ്ട് 26 ആളുകളെ നിഷ്ഠൂരമായി, സാധാരണക്കാരായ ആളുകളെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ഇന്ത്യ എടുക്കുന്ന ഓരോ നടപടികളെയും അതിന് തക്ക മറുപടി എന്ന നിലയ്ക്ക് പ്രകോപനപരമായ അവരുടെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അത് ഈ പഹൽഗാം ആക്രമണത്തിൽ ഉൾപ്പെട്ട, അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത ഭീകരരെ വാഴ്ത്തുന്ന തരത്തിലേക്ക്, ഈ മനുഷ്യരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ആളുകൾ ഏതോ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലേക്ക് പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ പാകിസ്ഥാന് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ കശ്മീരിന് സ്വാതന്ത്ര്യം നേടണമെന്ന പാകിസ്ഥാന്റെ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു ജൽപ്പനം എന്ന് വേണമെങ്കിൽ പറയാവുന്ന നിലപാടിനെ സ്വാധീകരിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാടിലേക്ക് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി തന്നെ പോകുന്നത് ഈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിന് സൂചന നൽകുന്ന തരത്തിലേക്ക് ഇപ്പോൾ പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ, ഈ സർക്കാരിന്റെ ഭരണം കൈയാളുന്ന പ്രധാനപ്പെട്ട ഒരാൾ പറയുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഇതിന് ഒരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ ഇക്കാര്യത്തിൽ ഉണ്ടായി വരുന്നു എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അത് പാകിസ്ഥാന്റെ ഭാഗത്ത് തന്നെ ഉണ്ടാവുന്നതാണ്. ഈ പ്രകോപനത്തോട് ഇന്ത്യ എങ്ങനെ ഇനി പ്രതികരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ തരത്തിലേക്ക് ഒരു ഡയറക്റ്റ് ഫൈറ്റ് എന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നതിനുള്ള ശ്രമം ഏതായാലും പാകിസ്ഥാന്റെ ഭാഗത്ത് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഉള്ള ഏറ്റവും പ്രധാനവും ഏറ്റവും നിർണായകമായ ഒരു കാര്യം. ഈ ഇഷാഖ് ദാർ ആണെങ്കിൽ അവിടെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രകോപനപരമായ ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് അത് തന്നെയായിരിക്കണം, അതല്ലെങ്കിൽ ആ കരാർ മരവിപ്പിച്ചത്, അതാണ് ഇവരെ ഈ തരത്തിലൊരു പ്രകോപന പ്രസ്താവനകളിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് എന്ന് വേണമോ കരുതാൻ നമ്മൾ? ലക്ഷ്മി പത്മ, ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ, അതായത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പൂർണ്ണമായും ആ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആ പത്രക്കുറിപ്പിൽ തന്നെ വളരെ കൃത്യമായി ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ പല കാര്യങ്ങളിലും, അത് ഈ അടുത്ത് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള പല തീരുമാനങ്ങളെ കൂടി വിമർശിച്ചുകൊണ്ടാണ് ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ഒരു എന്താ പറയുക, കുറെ കൂടി അവരെ കരുതുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു പാറ്റേണേജ് ഏറ്റെടുത്തുകൊണ്ടുള്ള തരത്തിലുള്ള സംസാരം ഇന്നലെ ആ പത്രക്കുറിപ്പിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഇന്ത്യയിലെ കശ്മീരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പല കാര്യങ്ങളും നിലപാട്, അതായത് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയത്തിൽ പല കാര്യങ്ങളും ശരിയല്ല എന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന അതിലുണ്ടായിരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഈ ജലവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. വെള്ളം തടഞ്ഞു വെക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് പാകിസ്ഥാൻ ഇന്നലെ തന്നെ സ്വീകരിച്ചിരുന്നു. അതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ പോലും അതിനൊക്കെ അപ്പുറത്തേക്ക്
അതിനു മുമ്പ് നടന്ന ഒരു ഭീകരാക്രമണമാണ്. ആ ഭീകരാക്രമണത്തിൽ ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള 26 മനുഷ്യർ മരിച്ചിട്ടുണ്ട്. അതും ടൂറിസ്റ്റുകളായി വന്ന ആളുകളെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ആ ചെയ്ത പ്രവൃത്തി ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിരുന്നുവെന്നും ആ ആക്രമണത്തെ പങ്കെടുത്ത ആളുകളെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന നിലയിലേക്ക് വിശേഷിപ്പിക്കാനുള്ള പാകിസ്ഥാന്റെ നടപടി അത് അത്യന്തം അപകടകരമാണ്. ഒപ്പം തന്നെ ഇന്ത്യക്കുള്ള ഒരു പ്രകോപനം എന്ന നിലയ്ക്ക് തന്നെ അതിനെ കാണേണ്ടി വരും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു രാജ്യത്തിന്റെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും, അതായത് മറ്റു രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള റോൾ വഹിക്കുന്ന ആളാണ്. ഇത്തരത്തിൽ ഈ പഹൽഗാമിലുള്ള ആക്രമണം ഒരു ഭീകരാക്രമണം, ആ ആക്രമണത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് വാഴ്ത്തുകയും അവരെ ആ ഭീകരരെ വാഴ്ത്തി പറയുകയും ചെയ്യുന്ന തരത്തിലേക്ക്, അതും കേവലം ഏതെങ്കിലും ഒരു ഇൻഹൗസ് പരിപാടിയിലല്ല സംസാരിക്കുന്ന, മാധ്യമപ്രവർത്തകരോട് ഈ വിഷയത്തിൽ സംസാരിക്കുന്നു. അതായത് മാധ്യമപ്രവർത്തകരോട് ഈ വിഷയം സംസാരിക്കുകയും അത് പുറംലോകം അറിയണമെന്നും പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ചെയ്തിയാണ് ഇപ്പോൾ ഏതായാലും ഉണ്ടായിരിക്കുന്നത്, ധറിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്കൊരു സൂചനയാണ്, ഇന്ത്യക്കൊരു പ്രകോപനമാണോ എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും. ലക്ഷ്മി, ആദ്യഘട്ടത്തിൽ ഈ ധറിന്റെ പ്രതികരണം വന്നത് ഇന്ത്യക്ക് ഹാജരാക്കാനായിട്ടില്ല, എന്തെങ്കിലും തരത്തിൽ പാക് പങ്ക് ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് ആദ്യം മാധ്യമങ്ങളോട് പറഞ്ഞത്. പോകെ പോകെ കാര്യങ്ങൾ ഇന്ത്യ ശക്തമായ നടപടി സ്വീകരിക്കുമ്പോൾ, നയതന്ത്ര തലത്തിലാണെങ്കിലും ഇപ്പോൾ നദീജല കരാർ റദ്ദാക്കുന്നതിലാണെങ്കിലും മരവിപ്പിക്കുന്നതിലാണെങ്കിലും ശക്തമായ നടപടി സ്വീകരിക്കുമ്പോൾ പാകിസ്ഥാന്റെ തനിനിറം വെളിപ്പെടുകയാണ്. അങ്ങനെ കൂടി കരുതാമെന്ന് തോന്നുന്നു. അങ്ങനെ വേണം നമുക്ക് ഈ ഘട്ടത്തിൽ അതിനെ മനസ്സിലാക്കിയെടുക്കാൻ. കാരണം ഇന്ത്യ ആദ്യഘട്ടത്തിൽ ഇന്ത്യ എടുത്ത നയതന്ത്രപരമായിട്ടുള്ള ഒരു സ്ട്രൈക്കുണ്ട്. അത് വളരെ കൃത്യമായി അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതിനെ വിശേഷിപ്പിച്ചത് വളരെ ക്ലിയറും വളരെ ലൗഡുമാണെന്നുള്ളതാണ്. വളരെ കൃത്യതയുള്ളതും വളരെ ശക്തവുമായിട്ടുള്ള നടപടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനം എന്നതിനപ്പുറത്തേക്ക് നയതന്ത്രപരമായിട്ടുള്ള ഒരു ഇടപെടൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ആദ്യ ദിവസം തന്നെ ഉണ്ടായി. ഈ ആക്രമണം നടന്ന് പിറ്റേ ദിവസം 23-ാം തീയതി അത്തരത്തിലുള്ള ഒരു നിലപാടുമായിട്ടാണ് ഇന്ത്യ മുമ്പോട്ട് വന്നത്. ആ ദിവസം തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ തരത്തിൽ പാകിസ്ഥാൻ പ്രകോപിതരാവുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഇന്നലെ അവരുടെ പ്രധാനമന്ത്രി ഇരുന്ന അവരുടെ ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗത്തിന് ശേഷം അവർ പിന്നീട് നടത്തിയ പ്രസ്താവന അതിന് ആ തരത്തിലുള്ളതായിരുന്നു. അത് വഖഫ് വിഷയത്തിലടക്കം ഇന്ത്യയിൽ എടുത്തിരിക്കുന്ന, ഇന്ത്യൻ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വലിയ പ്രസ്താവന അവർ ഇറക്കിയിട്ടുണ്ട്. അതായത് ഈ ദിവസം നടത്തി, അതായത് 22-ാം തീയതി പഹൽഗാമിൽ നടത്തിയ ഭീകരാക്രമണത്തെ ന്യായീകരിക്കുന്നതിന് അവർ കണ്ടെത്തിയിരിക്കുന്ന കാരണങ്ങൾ തന്നെ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളാണ്. ഇന്ത്യയുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു ഭീകരാക്രമണം നടത്തി ആദ്യം, അതിനുശേഷം ഇതിലേതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പറയാനാണ് അവർ ആഗ്രഹിച്ചത്. ആ തരത്തിലുള്ള നിലപാടുകൾ അവരുടെ ഭാഗത്തു നിന്ന് വന്നു. പിന്നീട് ഈ നയതന്ത്രപരമായിട്ടുള്ള ഇന്ത്യയുടെ ശക്തമായ ഇടപെടലിന് ശേഷം ഇന്നലെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ചില മറുപടികൾ വരുന്നു. ഇന്നിപ്പോൾ അതിനെ കുറെ കൂടി ശരിവെക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ പാകിസ്ഥാന് ഈ വിഷയത്തിൽ പങ്കുണ്ട് എന്ന തരത്തിൽ അതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള, ഇന്ത്യയുടെ സംശയങ്ങളെ ശരിവെക്കുന്ന തരത്തിലുള്ള നിലപാടാണ്, പ്രതികരണമാണ് ഇപ്പോൾ അവിടുത്തെ ഉപപ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്, ഇഷാഖ് ധറിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിദേശകാര്യവും കൂടി കൈകാര്യം ചെയ്യുന്ന ഇഷാഖ് ധറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പഹൽഗാം ആക്രമണത്തിലെ ഭീകരരെ വാഴ്ത്തിക്കൊണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നിലപാടുണ്ടാവുന്നു. ഒപ്പം തന്നെ ഈ ഭീകരാക്രമണം നടത്തിയ ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യ ഇതിൽ ഒരു പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഒപ്പം തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ആരാണ് അതിന് പിന്നിലുള്ളത് എന്ന് കണ്ടെത്താനുള്ള ശ്രമം NIയുടെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ മറ്റ് സേനാ വിഭാഗങ്ങളുടെ ഭാഗത്തുനിന്നും ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ആ അന്വേഷണത്തിന്റെ ഒടുവിൽ അത് പാകിസ്ഥാൻ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നതിന്റെ തുടക്കമാണോ ഇതെന്ന് വേണമെങ്കിൽ സംശയിക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ലക്ഷ്മി, ലിജോ, കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും ഡെസ്കിലേക്ക് എത്താം. ഇപ്പോൾ ശരത് ലാൽ പഹൽഗാമിൽ നിന്ന് തുടരുകയാണ്. ശരത്ത്, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇസാഖ് ദാറിനെ പോലുള്ളവർ പ്രകോപനപരമായ പ്രസ്താവന തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഈ ഭീകരരെ വാഴ്ത്തുന്ന നിലയിലേക്ക്, അവരെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണക്കാരായ, നിരായുധരായ, നിരാലംബരായ ടൂറിസ്റ്റുകൾക്ക് നേരെ ഇത്തരത്തിൽ വെടിയുതിർത്ത് അവരെ കൊലപ്പെടുത്തിയതിനു ശേഷം നടത്തുന്ന പ്രസ്താവനയാണ്. ഉറപ്പായും അതിശക്തമായ നടപടികളിലേക്ക് അവിടെ കടക്കുന്നു സൈന്യവും ജമ്മു കശ്മീർ സർക്കാരും എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് എന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് സൈന്യത്തിന്റെ ഓപ്പറേഷൻസ്, കശ്മീർ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന നടപടികൾ, ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ശരത്?
ലക്ഷ്മി, ഇപ്പോൾ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയുടെ പ്രസ്താവന പാകിസ്ഥാൻ ഈ തീവ്രവാദി ആക്രമണവുമായിട്ട് തീവ്രവാദികൾക്കുള്ള ബന്ധം ഇന്ത്യ സ്ഥാപിച്ചെടുത്തു കഴിഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് നമുക്ക് കരുതേണ്ടി വേണ്ടത്. ഇന്നലെ ഇവിടെ നിന്ന് പിടിച്ചെടുത്ത വാർത്താവിനിമയ ഉപകരണങ്ങൾ, ചൈനീസ് ഉപകരണങ്ങൾ ഒക്കെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ലഭിച്ച തെളിവുകൾ ഇന്ത്യ പുറത്തുവിടും എന്നൊരു ഭയം കൂടി ഇതിന് പിന്നിലുണ്ടാവാം. കാരണം നേരിട്ട് തന്നെ ലഷ്കർ-എ തോയ്ബയുടെ നേതാക്കൾ നേരിട്ട് തന്നെ ISIയുടെ മേജർ അടക്കമുള്ള നേതാക്കൾ നേരിട്ട് തന്നെ ഇത് ബോഡി ക്യാമറ വെച്ച അതായത് ഈ തീവ്രവാദികൾ ബോഡി ക്യാമറ വെച്ച ഇത്തരം ദൃശ്യങ്ങൾ പൂർണ്ണ രൂപത്തിൽ സംപ്രേഷണം ചെയ്തിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. അത്തരമൊരു സംപ്രേഷണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം തെളിവുകൾ ലഭ്യമായിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ പങ്ക് പൂർണ്ണ രൂപത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് പറയാൻ. ലക്ഷ്മി.